ശുഭപ്രതീക്ഷ നൽകി ലോകം ഫലസ്തീനൊപ്പം ചേർന്ന ദിവസമായിരുന്നു ഇന്നലെ. ഇസ്രായേൽ ഗസയിൽ നടത്തിവരുന്ന ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇന്നലെ ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഫലസ്തീനെ അനുകൂലിച്ച് ജനം തെരുവിലിറങ്ങിയത്. ലക്ഷങ്ങളാണ് തെരുവിൽ ഇസ്രായേൽ ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറങ്ങിയത്. അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലുമെല്ലാം പ്രതിഷേധങ്ങൾ ഇരമ്പിയാർക്കുന്ന കാഴ്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇസ്രായേൽ എന്നത് ഒരു ഭീകര രാഷ്ട്രമാണെന്നും ലോകം തിരിച്ചറിയുകയാണ്. ജനങ്ങൾ മനസ്സിലാക്കിയ ഈ സത്യം നേതാക്കൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഫ്രീ ഫലസ്തീൻ, മനുഷ്യരക്തം കുടിച്ച് മതിവരാത്ത ഇസ്രായേലിൻ്റെ ക്രൂരതകൾ അവസാനിപ്പിക്കുക, ഫലസ്തീനിലെ കുരുന്നുകളെ ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കുക, നദി മുതൽ സമുദ്രം വരെ അവരെ സ്വതന്ത്രരാക്കുക, അവരുടെ മണ്ണ് അവർക്ക് തിരിച്ചു നൽകുക, ഒലിവുകളും അത്തികളും പൂത്തുലയുന്ന അവരുടെ നാട്ടിൽ അവരെ സ്വസ്ഥരാക്കുക. കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും മുഴുകിക്കേട്ട ഫലസ്തീൻ ജനതയ്ക്കായുള്ള ഐക്യദാർഢ്യ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ലണ്ടനിൽ റസൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങൾ ഒത്തുകൂടി. ബക്സ് ബാങ്കും ബ്രിട്ടീഷ് മ്യൂസിയവും ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. റോമിൽ നടന്ന റാലിയിൽ ഗസയിൽ വെടിനിർത്തൽ ആവശ്യമുന്നയിച്ച് നിരവധി പേരാണ് അണിനിരുന്നത്. ഫലസ്തീനെ അനുകൂലിച്ചും കറുത്ത വസ്ത്രം ധരിച്ചും മുഖം മറച്ചും ബോട്ടിലുകളും പേപ്പറുകളും ബോംബിന് സമാനമായി പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുമാണ് നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത്. ജർമ്മൻ നഗരമായ ഹംബർഗിൽ നടന്ന പ്രകടനത്തിൽ വംശഹത്യ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി ഫലസ്തീൻ, ലെബനൻ പതാകയുമായാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. പാരീസിൽ സമാധാനപരമായ പ്രതിഷേധമാണ് നടന്നത്. ഇന്ത്യ, US, ഫിലിപ്പീൻസ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ്, സൗത്ത് ആഫ്രിക്ക, സ്വീഡൻ, ജപ്പാൻ, കാനഡ, ബെൽജിയം തുടങ്ങി വിവിധയിടങ്ങളിൽ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്നു. വിവിധയിടങ്ങളിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ചിലയിടത്ത് ഫലസ്തീൻ അനുകൂലികളായ മനുഷ്യരെ നേരിടാൻ ഇസ്രായേൽ പക്ഷക്കാരും രംഗത്തുണ്ടായിരുന്നു. ലണ്ടനിൽ ഫലസ്തീൻ അനുകൂലികളും ഇസ്രായേൽ പക്ഷക്കാരും തമ്മിൽ സംഘർഷമുണ്ടായതായും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരവധി പ്രതിഷേധക്കാരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയതായും ടൈംസ് റിപ്പോർട്ട് ചെയ്തു. റോമിൽ ഫലസ്തീനെ അനുകൂലിച്ച് നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത് പോലീസ് തടഞ്ഞു. സുരക്ഷാ മുൻകരുതലിനെ തുടർന്നാണ് നടപടിയെന്നാണ് അധികൃതരുടെ വാദം. ഫലസ്തീന് സ്വാതന്ത്ര്യം, ലബനാന് സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങളുമായി ഫലസ്തീൻ പതാകകളേന്തിയായിരുന്നു പ്രകടനക്കാർ നഗരത്തിൽ പ്രകടനം നടത്തിയത്. ജർമ്മൻ നഗരമായ ഹംബർഗിൽ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാരെ പോലീസ് അടിച്ചമർത്തി. ഇസ്രായേൽ അനുകൂലികളായ ഒരാൾ സമരക്കാരിയെ ആക്രമിക്കുന്നതും കഫിയ പിടിച്ചു പറിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. US ഒരാൾ സ്വയം തീ കൊളുത്തുന്നതിലേക്കും പ്രതിഷേധമെത്തി. പോലീസിൻ്റെ ഇടപെടൽ മൂലമാണ് അത്യാഹിതം ഒഴിവായത്. ഇയാളുടെ കൈക്ക് മാത്രമാണ് പൊള്ളലേറ്റത്. ലോകം മുഴുവൻ ഉറക്കെ പറഞ്ഞിട്ടും ക്രൂരത ഇസ്രായേൽ തുടരുന്നതാണ് മറുവശത്ത് കാണുന്നത്. 1-ാം വാർഷിക ദിനത്തിലും ആക്രമണം തുടരുകയാണ് ഉണ്ടായത്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ നടത്തിയ ആക്രമണത്തിൽ 17 പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഒരേ സമയം ഗസയിലും ലബനാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. Waytonikah.com, the exclusive Muslim matrimonial site.